അങ്ങനെ സൊബാറിലെ മേഘക്കൂടാരവും ബാറോ ബ്രിഡ്ജും ബാറോ റിവറും ഹൃദയത്തോട് ചേർത്തി നിർത്തി ഞങ്ങൾ സൊഹറയിലെ അർവ കേവ് കണ്ടു കഴിഞ്ഞ ശേഷം ടാക്സിയിൽ പോവുകയാണ്. ഇത്തവണ ഡെസ്റ്റിനേഷനും ഇല്ല, പ്ലാനിങ്ങും ഇല്ല. മനസ്സ് എവിടെ ഇറങ്ങാൻ പറയുന്നുവോ അവിടെ അങ്ങ് ഇറങ്ങും. അങ്ങനെ ഞങ്ങളുടെ കണ്ണുകൾ മുന്നിലുള്ള ഒരു മായക്കാഴ്ചയിൽ തങ്ങി നിന്നു. കോടമഞ്ഞ് മൂടിയ മലകൾ, കാറ്റിന്റെ ശബ്ദം പോലും ശാന്തമായി കേൾക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അതൊരു സാധാരണ വ്യൂ അല്ലായിരുന്നു, മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഒരു അട്രാക്ഷനാണ്. അതാണ് സൊഹറ റിം. ഇതൊരു ചെറിയ പാർക്കാണ്. ഇവിടേക്കുള്ള എൻട്രി ഫീ പെർ പേഴ്സൺ 30 രൂപയാണ്. ഈ ദീദിയാണ് ഈ പാർക്ക് നോക്കി നടത്തുന്നത്. സൊഹറ റിം എന്ന വാക്കിന്റെ അർത്ഥം പഴയ സൊഹറ എന്നാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം ഇപ്പോഴത്തെ ചിറാപുഞ്ചിയിലേക്കും പിന്നീട് ഷിലോങ്ങിലേക്കും മാറ്റുന്നതിന് മുമ്പ് സൊഹറയിലെ പ്രധാന ജനവാസ മേഖലയായിരുന്നു ഇത്. ഹെർ നെയിം ഈസ് ഹാർപിഷ. അപ്പോൾ മാഡം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. Place that they have no road, and the people came here by walking, paddle. There is a footpath out there, and they came for market. They came from that side. They came for market and school also. They came there. There is a school, so people when they are sick, they have to carry it on a chair. The patient sit on a chair, and the chair was carried by a man. ചില നിമിഷങ്ങൾ ഉണ്ടാകും അവിടെ ജയിക്കാനും തോൽക്കാനും ഒന്നുമില്ല. ഒന്നും നേടാത്ത പോലെ തോന്നിയാലും ഇന്നും ഇവിടെ നിൽക്കുന്നത് തന്നെ ഒരു ജയമാണ്. What type of farming is here? I mean the fruits. They grow blackberries. Okay. Then they grow cassava, sweet potato, Okay. and they grow broom, Okay. and they make the cone shape like this one. Okay. Basket. There's basket Okay. are using for carrying water, carrying potato, carrying so many other cultivation. ഈ പ്രദേശത്തെ കാലാവസ്ഥ ബ്ലൂബെറി ചെടികൾക്ക് മികച്ചതാണ്. കായ്കറികൾ, മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് എന്നിവ ധാരാളമായി കൃഷി ചെയ്യുന്നു. ഇവയെല്ലാം ഈ മണ്ണിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. പൈൻ മരങ്ങൾ, മുളകൾ, വിവിധ തരം ഔഷധ സസ്യങ്ങൾ എന്നിവ ഇവിടെ സമൃദ്ധമാണ്. ഈ പ്രദേശത്തിന് പ്രധാന റോഡിന് താഴെ മലഞ്ചെരിവായതിനാൽ ചരക്കുകൾ എത്തിക്കാനും യാത്ര ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ആയിരക്കണക്കിന് പടികൾ കയറി ഇറങ്ങേണ്ടി വരുന്നത് പ്രായമായവർക്കും രോഗികൾക്കും പ്രയാസമുണ്ടാക്കുന്നവയാണ്. കനത്ത മഴ പെയ്യുന്ന സമയങ്ങളിൽ ഗ്രാമത്തിലേക്കുള്ള വഴികൾ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാണുന്നത് സൊഹറ റിം വില്ലേജിലെ കത്തോലിക് ചർച്ചാണ്. പ്രാദേശികമായി ഇത് ഹോളി ക്രോസ് എന്നും അറിയപ്പെടാറുണ്ട്. മിക്ക ഗ്രാമീണ പള്ളികളെയും പോലെ ലളിതവും മനോഹരവുമായ നിർമ്മാണമാണ് ഈ പള്ളിയുടേത്. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഈ പള്ളിയിൽ ഖാസി ഭാഷയിലാണ് പ്രധാനമായും പ്രയർ നടക്കുന്നത്. ഇവിടെ കുട്ടികൾ പള്ളിയുടെ മുന്നിൽ ക്രിസ്തുവിനെ സ്തുതിച്ച് ആടിപ്പാടുകയാണ്. ഇതൊരു പരിപാടി മാത്രമല്ല, ഈ ചർച്ചിന്റെ ഭാഗമായി ഒരുമിച്ച് ആഘോഷിക്കുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മ കൂടിയാണ്. ക്രിസ്മസ് കഴിഞ്ഞ രാത്രിയാണെങ്കിലും അവരുടെ ആഘോഷം ഇപ്പോഴും തുടരുകയാണ്. കാരണം അവർക്ക് ക്രിസ്മസ് ഒരു ദിവസമല്ല, അത് അവരുടെ മനസ്സാണ്. ജീവിതം അവരെ ഒരിക്കലും എളുപ്പമാക്കിയിട്ടില്ല. എന്നാൽ അവർ ഇന്നൊരു രാത്രി അതിനെ അതിമനോഹരമാക്കി. കാരണം സന്തോഷം എന്നത് കിട്ടുന്നതിലല്ല, ഒന്നിച്ച് സൃഷ്ടിക്കുന്നതാണ് എന്നതാണ് ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായത്. അതിനുശേഷം ഞങ്ങളെ ദീദി വീട്ടിലോട്ട് ക്ഷണിച്ചു. പുറത്ത് അസാധ്യമായ തണുപ്പ് ആയതിനാൽ ഞങ്ങൾ എല്ലാവരും കൽക്കരി കത്തിച്ച് കൈകൾ ചൂടാക്കുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങൾക്കിടയിലും നമ്മളെപ്പോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ കുടുംബവും. ആകാശത്തെ സ്വർണ്ണനിറം പടരുമ്പോൾ താഴെ പുതിയൊരു പുലരിയെ സ്വാഗതം ചെയ്യുകയാണ്. ഇരുട്ടിനെയും തണുപ്പിനെയും മായ്ച്ചുകളഞ്ഞ് പ്രത്യാശയുടെ വെളിച്ചം ഭൂമിയെ തൊടുന്ന നിമിഷം. ആ പുൽമൈതാനത്ത് നിന്ന് ആ ഉദയം കാണുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ആ കുളിർമയുണ്ടല്ലോ, അത് വാക്കുകൾക്ക് അപ്പുറമാണ്. ഓരോ സൂര്യോദയവും പുതിയൊരു തുടക്കത്തിനുള്ള അവസരമാണ്. ജീവിതത്തിന്റെ ക്യാൻവാസിൽ പുതിയൊരു കഥ എഴുതാനുള്ള അവസരം. ഈ മഞ്ഞിലൂടെ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ നമ്മുടെ സ്വപ്നങ്ങൾക്കും ഒരു പുലരി ഉണ്ടാവും.
പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ ഒരു ഗ്രാമം പോലെ തോന്നുന്ന സൊഹ്റാറിം, പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ കഥകളും കൗതുകങ്ങളും നിറഞ്ഞ മറ്റൊരു ലോകം അവിടെ തുറന്നു കിടക്കുന്നു. ആ ലോകത്തെ അടുത്തറിയാൻ ഞങ്ങൾ അർപ്പിഷ ദീദിയോടൊപ്പം ഗ്രാമത്തിന്റെ ചെറു വഴികളിലൂടെ നടന്നു പോവുകയാണ്. ഓരോ വഴിയും ഓരോ കഥ പറഞ്ഞുകൊണ്ട്. And this is a place like a pond, you know. Pond. It's look like a pond, right? Yeah, it's look like pond. We call it the ship of Noah. Ship of Noah. Yeah. ഓക്കെ. ഈ ഒരു സ്ഥലത്തെ ഒരു ചെറിയൊരു പോണ്ട് പോലെ ഉള്ള സ്ഥലമാണ്. ഇത് പോണ്ടാണെന്നാണ് ഈ പറയുന്നത്. ഷിപ്പ് ഓഫ് Noah. ഷിപ്പ് ഓഫ് നോവ എന്നാണ് ഈ ഒരു സ്ഥലത്തെ പറയുന്നത്. അതായത് ഈ ഒരു പോണ്ടിനെ പറയുന്നത് ഷിപ്പ് ഓഫ് നോവ എന്നാണ്. ഫ്രണ്ട്സ്, ദീദി പറയുന്നത് ഇവിടെയുള്ള ഗാസി ജനങ്ങളുടെ അനുവാദമില്ലാതെ ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ലെന്നാണ്. ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് നമുക്കൊരു പരിചയമുണ്ട്. അവരുമായിട്ട് നമ്മളൊരു നല്ല രീതിയിൽ ബന്ധം കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഫോറസ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. They don't know about this forest. ഓക്കെ. ആർക്കും ഈ ഒരു കാടിനെ കുറിച്ച് അങ്ങനെ അറിയില്ല എന്നാണ്. Maybe you are the first one to come here. നമ്മളാണ് ആദ്യത്തെ പേഴ്സൺ എന്നാണ് ദീദി പറയുന്നത്. ഇതുവരെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു വേറെ ട്രാവലേഴ്സ് ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് ദീദി പറയുന്നത്. There is no plastic. There is no waste here. No one can throw anything, plastic or any waste here. Even if they come from our village also, they won't throw anything here. Okay. ഈ കാടിനെ കുറിച്ച് കൗതുകം നിറഞ്ഞ വിശ്വാസം ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഇലകളോ ചെടികളോ വലിച്ചുകൊണ്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങൾ കെട്ടിക്കൊണ്ടുപോവുകയോ ചെയ്താൽ അവർക്ക് രോഗങ്ങൾ വരും എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. You cannot trespass. You cannot take anything from here. Okay. That is the trespasses. Okay. So if you do, you'll get sick. You will get sick. Definitely. Okay. ഇവരുടെ ഈ വിശ്വാസത്തെക്കുറിച്ച് കേട്ടപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ ധാരാളം വിശ്വാസങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. This footpath also we get from my NGO. With the NGO who I'm working. Okay. So we get this only 1 lakh. Then if we needed some more money also they will give. They say like that. Okay. To complete this, because this stone also is so costly. Yeah, I know, it's looking very nice also. So let's go and visit another place. ഈ ഗ്രാമവഴിയിലൂടെയുള്ള നടത്തം കേവലം ഒരു യാത്രയല്ല, മറിച്ച് പ്രകൃതിയോടും ലളിതമായ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. ഈ ഉണങ്ങിയ പുൽനാമ്പുകൾക്കിടയിലൂടെ വെട്ടിത്തെളിച്ച ആ മൺപാതയ്ക്ക് പറയാൻ 100 കഥകൾ ഉണ്ടാവും. മനസ്സിനെ ഒന്ന് നിർത്തി ജീവിതത്തെ വീണ്ടും ചിന്തിപ്പിക്കുന്ന വഴി. ഒരുപാട് ദൂരം പോകേണ്ടതില്ല സന്തോഷം കണ്ടെത്താൻ. ചിലപ്പോൾ ഒരു മൺവഴിയും കുറച്ച് കാറ്റും അല്പം നിശബ്ദതയും മതി. പ്രശസ്ത ആയുർവേദ കമ്പനിയായ ഹിമാലയ വെൽനസ് കമ്പനിയുടെ പിന്തുണയോടെ അവിടെ നടക്കുന്ന ഒരു വനവൽക്കരണ പദ്ധതി. ഏകദേശം 10,000 വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നട്ടുപിടിപ്പിക്കുന്ന ഈ 10,000 മരങ്ങൾ ഭാവിയിൽ ഈ പ്രദേശത്തിന്റെ തണുപ്പും ജലസ്രോതസ്സുകളും നിലനിർത്താൻ സഹായിക്കും. മേഘാലയയിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ സസ്യങ്ങളെയും സംരക്ഷിക്കാൻ ഇത്തരം വനവൽക്കരണ പദ്ധതികൾ അത്യന്താപേക്ഷിതമാണ്. സ്വർണ്ണ നിറത്തിലുള്ള ഈ പുൽക്കാടുകൾക്കിടയിൽ വളർന്നു വരുന്ന ഈ കുഞ്ഞു തൈകൾ നാളെയുടെ തണലാണ്. നാം മണ്ണിൽ നടുന്ന ഓരോ തൈയും വരും തലമുറയ്ക്ക് നാം കാത്തുവെക്കുന്ന പ്രാണവായുവാണെന്ന സത്യം ഒരിക്കൽ ഈ വഴിയിലൂടെ വീണ്ടും വരുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ കുഞ്ഞു തൈകൾ ആകാശമുട്ടെ വളർന്ന് നമുക്ക് തണലേകും. സൊഹ്റാറിം ശരിക്കും സുന്ദരമാണ്. അവിടെ ഓരോ ചുവടിലും പ്രകൃതി ഒരു പുതിയ ജീവിതം കരുതി വച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷെയ്ഖ് ഉർ ഖൈ മിഹ് എന്ന സ്ഥലത്താണ്. നമ്മുടെ ഭാഷയിൽ ഇതിനെ തടാകത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു എന്ന് പറയുന്നു. ഇവിടെ ദീദി പറയുന്നത് മഴക്കാലത്ത് അതിമനോഹരമായ വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് കാണാൻ കഴിയുമെന്നാണ്. ടൂറിസ്റ്റുകൾ അധികം ആരും എത്തിപ്പെടാത്ത വാ ഊം ഇയോങ് റിവറിലേക്ക് ഞങ്ങൾ പോവുകയാണ്.
ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കല്ലുവെട്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ പഴയ ഇരിപ്പിടങ്ങൾ. പഴയകാലത്ത് കുന്നിൻ ചെരുവുകളിലൂടെയും കാട്ടുപാതകളിലൂടെയും യാത്ര ചെയ്തിരുന്ന ആളുകൾക്ക് വിശ്രമിക്കാൻ ഒരുക്കിയിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇവ. ഇന്നും ഇവ ഇവിടെ അതേപടി നിലകൊള്ളുന്നത് പഴയകാല യാത്രകളുടെ ഓർമ്മകളെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നത് പോലെയാണ്. ഈ പ്രദേശം നീളമുള്ള പൈൻ മരങ്ങളാൽ സമ്പന്നമാണ്. ആ കല്ലുപടവുകൾ നോക്കൂ, അവ പ്രകൃതിയെ നോവിക്കാതെ മനുഷ്യൻ നിർമ്മിച്ചതാണ്. നമ്മുടെ വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതാകും, പക്ഷേ ഓരോ ചുവടും നമ്മെ എത്തിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളിലേക്കായിരിക്കും. ആ യാത്ര ആസ്വദിക്കുക. കാലം മാറിയെങ്കിലും ഇവിടുത്തെ മലനിരകളും മണ്ണും ഇന്നും ആ പഴയ ശാന്തത നിലനിർത്തുന്നു. ഇതൊരു പഴയ തൂക്കുപാലമാണ്. താഴെ പാറകളുടെ ഇടയിലൂടെ ഒഴുകി വരുന്ന അരുവി നോക്കുമ്പോൾ മനസ്സ് ഒന്ന് അരുവിയുടെ ശബ്ദവും കാറ്റിന്റെ തണുപ്പും ചേർന്ന് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ആകാശത്തിന്റെ നീലിമയും കാടിന്റെ പച്ചപ്പും ഒരു സ്ഫടിക പാത്രത്തിൽ എന്ന പോലെ ആ പുഴയിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ചുറ്റുമുള്ള ലോകം അതിന്റെ ബഹളങ്ങളുമായി ഓടുമ്പോഴും ആ പുഴ അവിടെ തന്നെയുണ്ട്. ഒട്ടും തിരക്കില്ലാതെ, ആരെയും ബോധിപ്പിക്കാനില്ലാതെ തന്റേതായ താളത്തിൽ പതുക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, അതിനെ കേൾക്കാൻ വലിയ പരിശ്രമങ്ങളൊന്നും വേണ്ട. നമ്മളിലെ ഞാൻ എന്ന ബഹളം ഒന്ന് അടക്കി ഒന്ന് കാമായാൽ മതി. ആ പുഴ നമ്മോട് സംസാരിച്ചു തുടങ്ങും. അടിത്തട്ടിലെ ഓരോ മണൽത്തരിയും കാണാൻ കഴിയുന്നത്ര തെളിമയുള്ള ആ വെള്ളം നമ്മളോട് പറയുന്നത് ഒന്നേ ഉള്ളൂ: ജീവിതം ഇതുപോലെ സുതാര്യമാകണം. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള ആ ഒഴുക്ക് കാണുമ്പോൾ തടസ്സങ്ങളെ എങ്ങനെ മനോഹരമായി മറികടക്കാമെന്ന് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നു. ദാ അവിടെ മലഞ്ചെരുവുകളിൽ മരങ്ങൾ നിരത്തിവെച്ച് അതിനു മേലെ പുല്ലുകെട്ട് വെച്ച് കത്തിച്ചാണ് ഇവർ കൽക്കരി ഉണ്ടാക്കുന്നത്. കാഴ്ചകൾക്കപ്പുറം ചില യാത്രകൾ ഹൃദയത്തിൽ തൊടുന്ന തിരിച്ചറിവുകളാണ്. സൊഹ്റാറിമിലെ ആ ഇടുങ്ങിയ പടവുകളിലൂടെ താഴേക്കിറങ്ങുമ്പോൾ ഞങ്ങൾ നടന്നത് ഒരു വഴിയിലൂടെ മാത്രമല്ല, പ്രകൃതിയുടെയും മനുഷ്യരുടെ ജീവിതത്തിന്റെയും ആഴങ്ങളിലേക്കായിരുന്നു. അവിടെ കാഴ്ചകൾ മാത്രം ഉണ്ടായിരുന്നില്ല, കഥകളുണ്ടായിരുന്നു. ജീവിതത്തിന്റെ ലാളിത്യവും പ്രകൃതിയുടെ നിശബ്ദ സൗന്ദര്യവും കൂടി ചേർന്ന ഒരു അനുഭവം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ലഞ്ച് കഴിച്ച ശേഷം ആർപിഷ ദീദിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഡേവിഡ് സ്കോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം പറഞ്ഞ പോലെ